ഹായ് നമസ്തേ. ബഡ്ജറ്റ് ഫ്ലോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മംഗലാപുരത്തുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. എത്ര പേർക്കതറിയാം എന്നെനിക്കറിയില്ല. നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ രണ്ടെണ്ണം ഉള്ളതുപോലെ എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത് എന്ന് പറയുന്നത് പോലെ മംഗലാപുരത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് മംഗളൂർ സെൻട്രൽ, ഒന്ന് മംഗളൂർ ജംഗ്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മംഗളൂർ ജംഗ്ഷനിലാണ്. കങ്കനാടി എന്നും ഇതിന് പറയാറുണ്ട്. ഇവിടെ നിന്നും പോകുന്നത് നേരെ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ നമ്മളൊരു വണ്ടി റെൻറ്റിനെടുത്തിട്ടാണ് പോയത്. പക്ഷേ ഇങ്ങോട്ടേക്ക് നമ്മൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, തിരിച്ച് ചേട്ടനും ചേട്ടത്തിയും മോനും നേരെ ബാംഗ്ലൂരിലേക്കായിരിക്കും. ഞാനും അമ്മയും കുട്ടിപ്പട്ടാളവും നേരെ മംഗലാപുരത്തേക്കും. അപ്പോൾ നമുക്കതിനു വേണ്ടി മാത്രം വണ്ടിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ചെറിയ ബഡ്ജറ്റിൽ വലിയ സൗകര്യങ്ങൾ ഇന്ത്യൻ റെയിൽവേ തരുമ്പോൾ നമ്മൾ എന്തിനെ നിഷേധിക്കണം. അങ്ങനെ 7 മണിക്ക് പുറപ്പെടുന്ന ട്രെയിനിലാണ് ഞങ്ങളുടെ യാത്ര. മംഗലാപുരത്ത് നിന്നും ഏകദേശം 100 കിലോമീറ്ററിനടുത്താണ് ഈ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരെ ഉള്ളത്. അപ്പോൾ മൂകാംബികയിൽ പോകാൻ മൂകാംബിക റോഡിലിറങ്ങി പോകണം എന്ന് പറയുന്നത് പോലെ ഈ കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ സുബ്രഹ്മണ്യം റോഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 9 മണി 9:15 ആകും എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് ഇഡ്ഡലി നമ്മൾ വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ അതൊരു അബദ്ധം തന്നെയായിരുന്നു. ഭക്ഷണം തീരെ കൊള്ളില്ല എന്ന് തന്നെ വേണം പറയാൻ. കുറച്ച് മേടിച്ചു, ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും മേടിക്കാം എന്ന് വിചാരിച്ചാൽ പിന്നെ ആ വഴിക്ക് വേറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഭക്ഷണം കിട്ടുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. എന്തായാലും ഭക്ഷണമൊന്നും വലിയ ഗുണമൊന്നും ആയിട്ടില്ല. ഞങ്ങളെല്ലാവരും 2 ഇഡ്ഡലി വീതം കഴിച്ചു. കുട്ടികൾക്ക് 1 ഇഡ്ഡലി ജസ്റ്റ് അവരുടെ പട്ടിണി മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കൊടുത്തിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി അവിടെ ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പുറപ്പെട്ടു. സുബ്രഹ്മണ്യം റോഡ് ലക്ഷ്യമാക്കി നമ്മുടെ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയും സിംഗിൾ ലൈൻ ആയതുകൊണ്ട് തന്നെ പലയിടത്തും കുറേ സമയത്തോളം ഇത് പിടിച്ചിടേണ്ടി വന്നു. ഇവിടെയും ഡബിൾ ലൈൻ ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ട്രെയിനെല്ലാം കൃത്യസമയം പാലിക്കൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഏകദേശം 9:15 നമ്മുടെ വണ്ടി കുക്കെ സുബ്രഹ്മണ്യൻ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ലഗേജും ഉണ്ട്. കാരണം അവർ നേരെ ബാംഗ്ലൂർ പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ലഗേജും അവർ കയ്യിലെടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ക്ലോക്ക് റൂം ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം അവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് പോവുക. തിരിച്ച് രാത്രി അവർക്ക് ഇവിടെ നിന്ന് തന്നെ ഇതേപോലെ ബാംഗ്ലൂർ ട്രെയിനിലാണ് പോകേണ്ടത്. പക്ഷേ അബദ്ധം പറ്റി എന്തെന്ന് പറഞ്ഞാൽ അവിടെയും സ്റ്റേഷൻ പണി നടക്കുന്നതുകൊണ്ട് അവിടെ ക്ലോക്ക് റൂമോ മറ്റോ ഒന്നുമില്ല. അവസാനം ഈ ലഗേജൊക്കെ ആയിട്ടാണ് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുവാൻ നമുക്ക് ടാക്സിയോ ഓട്ടോയോ എന്തെങ്കിലുമൊക്കെ ആശ്രയിക്കേണ്ടി വരും. ബസ് സർവീസ് അതിൻ്റെ അടുത്ത് നിന്നില്ല. ഏകദേശം 1-2 കിലോമീറ്റർ മുന്നോട്ട് മാറി റോഡിലെത്തിയാൽ മാത്രമേ നമുക്ക് ബസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും അദ്ദേഹം 500 രൂപയ്ക്ക് മിനിമം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചു. ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഏകദേശം 10 മണിയോടടുത്തെത്തി. നല്ല വെയിലാണ് കേട്ടോ. അതേപോലെ തന്നെ തിരക്കുമുണ്ട്. താഴെയൊന്നും നമുക്ക് ചവിട്ടാനായിട്ടേ പറ്റുന്നില്ല, അത്രയ്ക്ക് വെയിലാണ്. വെയിലിൻ്റെ കാഠിന്യം നല്ല രീതിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാകും. ഇനി 11 മണി 12 മണി സമയത്തൊക്കെ എന്തായിരിക്കും ഇവിടെ നിൽക്കുന്നതിൻ്റെ അവസ്ഥ എന്നറിയില്ല. ആദ്യം തന്നെ വിശപ്പ് മാറ്റുക എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു, വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ്. മനോഹരമായിട്ടുള്ള വിഗ്രഹങ്ങളും ഷോപ്പിങ്ങിനും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അത്യാവശ്യം ഉടുപ്പിയേക്കാൾ വില കൂടുതലാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉടുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉടുപ്പിയിൽ നിന്നും വാങ്ങിക്കാതെ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ ഡബിൾ ചാർജ് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഈ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചു. ക്ലോക്ക് റൂം ഫ്രീ ആണ്. നമ്മുടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരനോടൊന്ന് പ്രത്യേകം പറയണം. കാരണം അവർക്കൊരു ശ്രദ്ധ കൂടി വേണം. ഫുള്ള് ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ കയറി നമ്മൾ തന്നെയാണ് ലഗേജ് വെക്കേണ്ടത്. അവിടെ ലഗേജ് വെച്ച് നമുക്ക് തന്നെ ഇറങ്ങാം. അപ്പോൾ അവിടെ പോകുന്ന ദിവസം ഷഷ്ഠിയായിരുന്നു. എന്തായാലും എല്ലാ യാത്രാ സമയത്തും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ തന്നെ ഭഗവാനെ തൊഴാനായിട്ട് സാധിച്ചു. കുക്കയിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട തീയതി ഷഷ്ഠിയും കൂടിയാണ്.
അപ്പോൾ ഈ ഷഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഭക്തജനങ്ങൾ അവിടെ നിൽക്കുന്നത്. ദർശനത്തിന് പോകാനായിട്ട് അത്രയും തിരക്കൊന്നും ഇല്ല. സൈഡിലൂടെ നമുക്ക് ദർശനത്തിന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ദർശനത്തിന് പോകാനായിട്ട് ഞങ്ങൾ നേരെ പരിശ്രമിച്ചു. ഈ ക്ഷേത്രത്തിനകത്ത് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. വെളിയിലുള്ള ഈ കോമ്പൗണ്ടിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ അതൊക്കെ അകത്ത് വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ദർശനം നടത്തി. പക്ഷേ ഈ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. താഴെ നാഗദേവത്തെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിച്ചു, തൊഴുതു. പക്ഷേ കൂടെ വന്നവർ പറഞ്ഞു മുകളിൽ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, ശ്രദ്ധിച്ചില്ല എന്നുള്ളതായിരിക്കാം. എന്തായാലും എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. ഇനി ഒരിക്കൽ കൂടി അവിടെ പോകാൻ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും മുകളിലേക്ക് നോക്കും. അതുകൊണ്ട് നിങ്ങളും അവിടെ ചെന്നതിന് ശേഷം മുകളിലും താഴെയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിനകത്തുള്ള വെള്ളി രഥമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ തൊഴുത് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, അന്നദാനത്തിനുള്ള സമയമായി എന്ന് പറഞ്ഞത്. പക്ഷേ അന്നദാനത്തിനുള്ള തിരക്കാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. നല്ല തിരക്കാണ്. കുറച്ചുകൂടെ തിരക്ക് മാറിക്കഴിഞ്ഞാൽ, അതായത് അന്നദാനം തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്നദാനം തുടങ്ങിയ അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ ക്യൂവിൽ നിന്നപ്പോൾ ഇതുപോലെ ക്യൂ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ നമ്മുടെ തിരുപ്പതിയിലോ ധർമ്മസ്ഥലയിലോ പോലെയുള്ള വിശാലമായിട്ടുള്ള ഒരു അന്നദാന ഹാളല്ല, ചെറിയൊരു ഹാളാണ്. അപ്പോൾ ആ ഹാള് ഫില്ലായി കഴിഞ്ഞാൽ അവരുടെ ഊണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ചിനെ വിടൂ. അപ്പോൾ അവർ ഉണ്ട് കഴിയുന്നത് വരെയുള്ള ഒരു സമയത്തേക്ക് നമ്മൾ ക്യൂവിൽ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു വിശേഷത എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ, പ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ക്യൂ ഉണ്ട്, അതിലൂടെ നമുക്ക് കയറ്റിവിടാം. അതുകൊണ്ട് നമ്മുടെ ഋത്തുവും അമ്മുമ്മയും രക്ഷ. ഞങ്ങൾ ഉണ്ണാനകത്ത് കയറിയപ്പോഴേക്കും അവരുടെ ഊണ് കഴിഞ്ഞവർ വെളിയിലേക്ക് വന്നു. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഊണ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ള വിഭവങ്ങൾക്കൊക്കെ അസാധ്യമായിട്ടുള്ള രുചിയായിരുന്നു. അങ്ങനെ ഭഗവാന്റെ പ്രസാദവും ഒക്കെ കഴിച്ച് ഒരിക്കൽ കൂടി ഭഗവാന്റെ മുമ്പിലേക്ക് ചെന്നു. അപ്പോഴാണ് നമ്മുടെ മൂകാംബികയിൽ കണ്ട അതേ സിറ്റുവേഷൻ. നട പൂട്ടാറാവുമ്പോൾ ഒറ്റ മനുഷ്യനെ അവിടെ കാണാനില്ല. ഏകദേശം 1:30 തന്നെ ഇവിടെയും നടയടയ്ക്കും. ഇതേ അവസ്ഥയാണ് നമ്മുടെ മൂകാംബികയിലും. അപ്പോൾ ദൈവാനുഗ്രഹം ഉള്ളവർ ഏകദേശം ആ സമയത്തെത്തിയാൽ ഭഗവാനെ നല്ല രീതിയിൽ കാണും. എന്ന് കരുതി നട അടയ്ക്കുന്ന സമയത്ത് പോരുത്, എല്ലാം ഭഗവാന്റെ നിശ്ചയം പോലെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണുന്നവരേക്കും തൽക്കാലം സൈൻ ഔട്ട് ഫ്രം രതീഷ് ഭട്ട്.